പാലാ മുനിസിപ്പാലിറ്റിക്ക് ചുറ്റുവട്ടത്തിലുള്ള അനേകം പാടശേഖരങ്ങൾ ആ റോഡ് നിരപ്പിൽ നിന്നും 10-15 അടി താഴ്ചയിൽ കിടന്നിരുന്ന പാടശേഖരം, നൂറുകണക്കിന് പാടശേഖരങ്ങൾ മണ്ണിട്ട് നികത്തി പോകുമ്പോഴും റോഡ് ലെവലിൽ ഉയർന്നു വരുന്നതോടും അവിടെ സ്റ്റോർ ചെയ്തിരുന്ന വെള്ളപ്പൊക്ക സമയത്ത് വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചിരുന്ന ആ വെള്ളം താങ്ങാൻ കഴിയാതെ, ഉൾക്കൊള്ളാൻ കഴിയാതെ അവിടുന്ന് വെള്ളപ്പൊക്കത്തെ സമയത്ത് ആ പാലാ ടൗണിലും ഈ താഴ്ന്ന പ്രദേശത്ത് താമസിക്കുന്ന വീടുകളിലൊക്കെ 2-3 അടി ഉയർന്നിരുന്ന കടകളിലൊക്കെ കയറിയിരുന്ന ആ വെള്ളം ഇനിയിപ്പോൾ വരാൻ പോകുന്ന വലിയ വലിയ വെള്ളപ്പൊക്കത്തിൽ പാലാ ടൗണിലുള്ള കടകളിലും മറ്റു എതിരെ വീടുകളിലൊക്കെ തന്നെ 10-12 അടി ഉയരത്തിലായി വെള്ളം വരാനുണ്ട്. അങ്ങനെ വരുന്നത് മൂലം ഞങ്ങൾക്ക് താമസിക്കാനുള്ള ഇടം നഷ്ടപ്പെടുന്നത് മാത്രമല്ല, വ്യാപാരികൾ ഒന്നടക്കം പാലായിലെ ഒന്നടക്കം വ്യാപാരികൾ ഉൾപ്പെടെയുള്ളവർക്ക് അനേകം ലക്ഷക്കണക്കിന് രൂപയുടെ വ്യാപാര നഷ്ടം, അവിടെ വ്യാപാര സാധനങ്ങൾ മാത്രമല്ല സാമ്പത്തിക നഷ്ടം എല്ലാം ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ്. ഇത് ജനങ്ങൾ ജീവിക്കാനുള്ള, സുരക്ഷിതമായി ജീവിക്കാനുള്ള അവകാശത്തെ ഹരിക്കുന്ന നിലപാടാണ്. ഈ നിലപാടിനെതിരെ ആ മണ്ണുമാമയ്ക്ക് കൂട്ടുനിൽക്കുന്ന സ്ഥാപിത താല്പര്യക്കാരായ ഭരണകൂടവും ഉദ്യോഗസ്ഥന്മാരും ഒന്നോട്ട് ഇവിടുത്തെ 2008 VS അച്യുതാനന്ദന്റെ മന്ത്രിസഭ കാലത്ത് ഇവിടെ പാസാക്കി വെച്ച നിയമം, ആ നിയമത്തിൽ പറയുന്നത് ഒരു വ്യക്തിക്ക് ആവാസ വീടില്ലെങ്കിൽ, സ്വന്തമായി വീടില്ലെന്ന് ബോധ്യപ്പെട്ട് എങ്ങനെ ബോധ്യപ്പെടണം? സ്ഥലത്തെ വില്ലേജ് ഓഫീസർ, കൃഷി ഓഫീസർ, പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർ 3 പേരുടെയും സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ്, ഇയാൾക്കോ ഇയാളുടെ കുടുംബത്തിൽപ്പെട്ടവർക്കോ സ്വന്തമായി സ്ഥലമില്ല എന്ന് സാക്ഷ്യപ്പെടുത്തി കൊടുക്കുന്ന ആ അവസരത്തിൽ മാത്രം 10 സെന്റ് നികത്താനാണ് അനുമതി നൽകിയത്. അത് മുനിസിപ്പാലിറ്റിയുടെ 5 സെന്റാണ്, പഞ്ചായത്തിനുള്ള 10 സെന്റാണ്. ഈ നിയമങ്ങളെ മുഴുവൻ അട്ടിമറിച്ചുകൊണ്ടാണ് ഇന്ന് സ്ഥാപിത താല്പര്യക്കാർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരും കൂടി പുതിയ സംവിധാനം കണ്ടെത്തുന്നത്. ഇപ്പോൾ ഒരു കുടുംബത്തിൽ തന്നെ 25 സെന്റ് വരെ കണക്കാക്കി ആ 1 ഏക്കർ വരെ നികത്തുന്നതിനുള്ള അനുമതി കൊടുക്കും. ഇതുമൂലം മുഴുവൻ പാടങ്ങൾ നികന്നു പോകുന്നു. നമ്മുടെ മുൻകാലത്തോട് നമ്മളൊക്കെ ചെറുപ്പം മുതൽ കൂടെയുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. 10 പതിറ്റാണ്ടുകളായി പാലാ കൊണ്ട് ജീവിക്കുന്നവർക്ക് അറിയാൻ പറ്റും. മുമ്പത്തെ പാലാ എന്തായിരുന്നു? പാടയെ ചുറ്റുപാടത്തിലുണ്ടെന്ന് എന്തെങ്കിലും പാടങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് പാടങ്ങൾ എന്ന് പറഞ്ഞാൽ ഇല്ലെന്നായി. തണ്ണീർത്തടങ്ങൾ നിയമം പോലും ഉണ്ടായപ്പോൾ പോലും അത് നിലനിർത്താൻ സംരക്ഷിക്കപ്പെടാനോ ഗവൺമെന്റിന് സാമൂഹ്യ പ്രതിബദ്ധതയില്ലാത്ത ഗവൺമെന്റ് ഇന്ന് മുന്നോട്ട് ഇറങ്ങുകയാണ്. ഏകദേശം ഫാദർ നടത്തിയിരുന്ന ബിസിനസ് 30 വർഷമായിട്ട് ഞാനിവിടെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അതിൽ മഴക്കാലമായി കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാണ് നമ്മൾ വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലാണ്. എനിക്ക് മാത്രമല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ വ്യാപാരി സമൂഹത്തിലുള്ള താഴത്തെ നിലയിൽ കച്ചവടം നടത്തുന്ന എല്ലാ വ്യാപാര സുഹൃത്തുക്കളുടെയും അവസ്ഥ ഇത് തന്നെയാണ്. വൈകുന്നേരം വീട്ടിൽ പോയി കിടന്നുറങ്ങാൻ പറ്റത്തില്ല, മനസ്സുറപ്പിച്ച് കിടന്നുറങ്ങാൻ പറ്റത്തില്ല. അതുപോലെയാണ്, പെട്ടെന്നാണ് വെള്ളം കയറി വരുന്നത്. കാര്യം ഈ വെള്ളം മീൻസിനായിലൂടെ വരുന്ന വെള്ളം ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു സംവിധാനം ഇപ്പോൾ ഇവിടെ ഇല്ലാതെ പോയി എന്നതാണ് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ ഈ വെള്ളം റോഡിലേക്ക് ഉയർന്നു വരികയും അത് പരന്നൊഴുകി കടകളിലും ഒക്കെ വലിയ നാശനഷ്ടങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഈ ഒരു സംവിധാനം ഒന്നും മാറിയിട്ട് തീർച്ചയായിട്ടും ഇങ്ങനെ നികത്തപ്പെട്ടു പോകുന്ന വെള്ളം ഉൾക്കൊള്ളേണ്ട ആ ഒരു പാടങ്ങൾ തീർച്ചയായിട്ടും നിലനിർത്തണമെന്നും അതിന് ആ വെള്ളം ഉൾക്കൊള്ളാൻ അതിന് സംവിധാനം ഉണ്ടാകണമെന്നും അതിനു വേണ്ടിയിട്ട് അതിൻ്റെ യാതന അനുഭവിക്കുന്ന എല്ലാ ആൾക്കാരും മുന്നിട്ടിറങ്ങണമെന്നും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും സംവിധാനങ്ങൾക്കും സഹായകമായിട്ടും അതിന് മുൻകൈയെടുത്ത് മുന്നോട്ട് പോകാനും തയ്യാറാണെന്നും അറിയുകയാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം സൂചിപ്പിക്കുകയാണ്, ഇന്നിപ്പോൾ ഒരു നിയമം ഉണ്ടാക്കിയാൽ അത് തണ്ണീർത്തട നിയമം വാർഡും എല്ലാ അടക്കമുള്ള വീടുകളിൽ കൂടെ വെള്ളം കൊടുക്കുന്നതിന് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്ന ഒരു പമ്പ് ഹൗസാണ് മുണ്ടുപാലം പാത്തിക്കോളേൻ്റെ അവിടെ. ഏതാണ്ട് ഒരു 5 ഏക്കർ തണ്ണീർത്തടത്തിന് അടുത്ത് പമ്പ് ഹൗസ് അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഇതുവരെ കമ്മീഷൻ ചെയ്തിട്ടില്ല. അത് കമ്മീഷൻ ചെയ്തിട്ട് അവിടെ വെള്ളം കിട്ടണമെന്നുണ്ടെങ്കിൽ ആ തണ്ണീർത്തടം അവിടെ നിലനിന്നെങ്കിൽ മാത്രമേ അവിടെ വെള്ളം കിട്ടുള്ളൂ. ആ തണ്ണീർത്തടത്തിൽ വെള്ളം നിൽക്കുന്നത് പോലെ ഏതാണ്ട് 100 കണക്കിന് വീടുകളിലെ കിണറുകളിൽ എല്ലാ വർഷവും ഒരിക്കലും വെള്ളത്തിന് ക്ഷാമം ഉണ്ടാകില്ല. ഇതിനു മുമ്പുള്ള വെള്ളപ്പൊക്കങ്ങളിൽ അവിടെ വെള്ളം കയറുമ്പം റോഡിൽ കയറി 2 അടിയിലെ 3 അടി കയറി അവിടെ വയ്ക്കുമായിരുന്നു. ഇനിയിപ്പോൾ ഉള്ള സാഹചര്യത്തിൽ ഈ ഏക്കർ കണക്കിന് 4-5 ഏക്കർ തണ്ണീർത്തടം മണ്ണിട്ട് 5-6 അടി പൊക്കത്തിൽ നികത്തി കഴിയുമ്പം അവിടെ കയറി കിടക്കുന്ന വെള്ളം മുഴുവൻ റോഡിൽ ഫ്ലഡ് ചെയ്ത് മുണ്ടുപാലം പള്ളി, അതുപോലെ തന്നെ സർക്കാരിൻ്റെ കേറ്ററിംഗ് സർവീസ്, ആ ഭാഗങ്ങളിലുള്ള വീടുകളിലൂടെ എല്ലാം വെള്ളം കയറുന്ന ഒരു
ഞാൻ ഏതാണ്ട് 30 വർഷമായിട്ട് ഞാൻ മുണ്ടുപാലം ആലപ്പാറ താമസിക്കുന്ന ആദ്യകാലങ്ങളിലെ വെള്ളപ്പൊക്കങ്ങളിലൊന്നും ഞങ്ങളുടെ ആ ഭാഗത്തേക്ക് വെള്ളം തിരികെയായിരുന്നു. ഈ കാടുന്ന ഭാഗത്ത് കണ്ടങ്ങൾ നികത്തി 10-15 ഏക്കറോളം കണ്ടങ്ങൾ നികത്തി അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങേയറ്റം വരെ ഞാൻ താമസിക്കുന്നിടത്ത് വരെ ഇപ്പോൾ വെള്ളം വരുന്നൊരു സാഹചര്യമാണ്. ഞാൻ താമസിക്കുന്നിടത്ത് വെള്ളം വരെ വന്നു കഴിഞ്ഞാൽ പാലാ മുനിസിപ്പാലിറ്റിയിൽ ഏതാണ്ട് 2 നില കെട്ടിടം മൂടുന്ന രീതിയിൽ വെള്ളം വന്നെങ്കിലേ ഉള്ളൂ ഞങ്ങളുടെ അവിടെ വെള്ളം വരുള്ളൂ. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുടെ മുറ്റം വരെ വെള്ളം വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഒരു 4 ഏക്കർ കണ്ടം അവിടെ നികത്തിയിട്ടുണ്ട്. അവിടെ പുഴയുടെ വെള്ളം കൂടെ ഈ റോഡിൽ മുങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം അവിടെ വിട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ്. ഒരിക്കലും വെള്ളം കയറാത്ത സ്ഥലത്തൊക്കെ ഇപ്പം വെള്ളം കയറുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ പോകും.